ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫിഷ് ബിരിയാണിയാണ്. ഒരു കോമ്പിനേഷനിലുള്ളൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. കരിമീനും ചെമ്മീനും കൂടെ കോമ്പിനേഷനിൽ വെച്ചിട്ടൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഉള്ളി. ഇവിടെ 3 വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു പിടി കറിവേപ്പില. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇവിടെ മീഡിയം സൈസിൽ ഇഞ്ചിയും പിന്നെ 10-12 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഫിഷ്. ഇവിടെ കരിമീനും ചെമ്മീനും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകും പെരുംജീരകവും ഒരുമിച്ച് പൊടിച്ചതാണ്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കണം. അങ്ങനെ നമ്മൾ പൊടികളൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയതും പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഒക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. അങ്ങനെ തക്കാളി വാടുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ഉണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓരോ ഫിഷ് ഇട്ട് നമ്മളത് പൊരിച്ചെടുക്കണം. നല്ലോണം മുരിഞ്ഞ് ഇതാവേണ്ട, ഒരു മീഡിയം ഫ്രൈ ആയാൽ നമുക്കത് എടുത്തു മാറ്റാവുന്നതാണ്. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സമയത്ത് നമ്മുടെ ഫിഷ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി മസാലയിൽ നമുക്ക് പച്ചമുളക് ചതക്കിയതുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫിഷ് നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
പെരുംജീരകവും പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ വേറെ ഒരു വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്, ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് പ്ലാൻ ചെയ്ത വീഡിയോ അല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് നമ്മളതിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫിഷ് നമ്മൾ ഒരുമിച്ച് ചെയ്യാണ്. സൈഡിൽ കൂടെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം നമ്മൾ ഉള്ളിൻ്റെ മസാലകൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിൽ ഉള്ളി മസാല നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ചെറുനാരങ്ങ നമ്മൾ ഒരു ഹാഫ് ചെറുനാരങ്ങ എടുത്ത് അതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കണം. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് തൈര്. ഇവിടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായി ചെമ്മീനും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാലേൻ്റെ ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫിഷും എടുത്തിട്ട് അതിന് മേലെ നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ അതിന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതിന് വേണ്ട റൈസ്. അതിനുവേണ്ടി നമ്മളിവിടെ കുക്കറിലാണ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ കുക്കറിൽ നമ്മൾ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കറുവപ്പട്ട, കറാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കണം. സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വന്നാൽ അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തിളക്കാൻ വേണ്ടി വെക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യേണ്ട. ഫസ്റ്റ് നമ്മൾ റൈസ് ഇട്ട പാട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളത് കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തിളച്ച് കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടിട്ടാലും മതി. അല്ലാതെ തന്നെ അപ്പം തന്നെ മൂടിയിട്ടിട്ട് പിന്നെ ഒരു വിസിലടിച്ചതിന് ശേഷം കുറച്ച് നേരം അതിൻ്റെ എയർ പോക്കാതെ വെച്ചാലും മതി. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ലോക്ക് ചെയ്തിടുകയാണെങ്കിൽ ഒരു വിസിലടിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ എയർ ഒഴിവാക്കിയിട്ട് തുറക്കാൻ വേണം. നിങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. റൈസ് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ ഒരു വിസിലടിഞ്ഞിട്ട് നമ്മൾ എയറൊക്കെ പോക്കി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യേണ്ടതാണ് ഒരു വാഴയില എടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫിഷ് മസാല ഉണ്ടല്ലോ അതിൻ്റെ മേലെ വാഴയില വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ റൈസ് ഇടാൻ പോകുന്നത്. അപ്പം വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം.
നമുക്കതിൻ്റെ മേലെ ഗരം മസാല കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ് മല്ലിച്ചപ്പും പിന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ വെക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്ലേറ്റ് എന്താ പറയുക, നമ്മളിവിടെ മൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മൂടി പോയിട്ട് ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ പാത്രം വെക്കുമ്പോൾ അടിയിൽ പിടിക്കാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം വെക്കുമ്പോൾ ചിലപ്പോൾ അത് അടിയിൽ പിടിച്ചെന്ന് വരും, കരിഞ്ഞു പോകും. അപ്പോൾ അതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു 15 മുതൽ 20 മിനിറ്റ് നമുക്ക് ഇതുപോലെ ദമ്മിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റൈസ് വേറെ മസാല വേറെ ആക്കി തന്നെ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തീരെ നമ്മൾ ഉദ്ദേശിച്ചില്ല എടുക്കണമെന്ന്, പക്ഷേ ജസ്റ്റ് തുടങ്ങിയപ്പോഴാണ് നമ്മളിതൊന്ന് എടുത്ത് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാം. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം.